നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അവിട്ടം ദിനാശംസകൾ. ഇന്ന് സെപ്റ്റംബർ 6 ശനിയാഴ്ചയാണ്. ചിങ്ങം 21. എല്ലാവരും അതിഗംഭീരമായി തിരുവോണം ആഘോഷിച്ചു. ഇനി മറ്റ് റിപ്പോർട്ടുകളും വിശദാംശങ്ങളും ഓണക്കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. ഇന്ന് അവിട്ടം. ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. സെപ്റ്റംബർ 9 വരെയാണ് തലസ്ഥാനത്ത് ഓണം വാരാഘോഷം. തിരുവനന്തപുരത്തെ ഡ്രോൺ ഷോ വർണ്ണക്കാഴ്ചയായി മാറി. കഥകളി, ചെണ്ടമേളം, ഭരതനാട്യം, മഹാബലി, വിഴിഞ്ഞം തുറമുഖം. ഒടുവിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇങ്ങനെ നീളുന്നു ആകാശത്ത് ഡ്രോൺ തീർത്ത വിസ്മയം. തലസ്ഥാനത്തെ ജനങ്ങൾക്ക് ഈ ആകാശ കാഴ്ചകൾ ആദ്യാനുഭവം. ആയിരം ഡ്രോണുകൾ കൊണ്ട് 15 മിനിറ്റിലധികം നേരമാണ് പാരമ്പര്യത്തനിമയും വികസന വഴിയും ചരിത്രവുമൊക്കെ ഉൾക്കൊള്ളുന്ന രൂപങ്ങൾ കാണികൾക്ക് മുന്നിലേക്ക് എത്തിയത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് 3 കിലോമീറ്റർ പരിധിയിലുള്ളവർ ഈ കാഴ്ചകൾക്ക് സാക്ഷിയായി. സെപ്റ്റംബർ 3 മുതൽ തുടങ്ങിയ ഓണം വാരാഘോഷങ്ങളുടെ ഭാഗമായാണ് ടൂറിസം വകുപ്പ് വ്യത്യസ്തമാർന്ന ഡ്രോൺ ഷോയും ഒരുക്കിയത്. 24 തിരുവനന്തപുരം. 3.5 വയസ്സുകാരൻ കുട്ടൂസ് ആലപിച്ച ദാവണി പൊന്നോണം എന്ന ഓണപ്പാട്ടിലേക്കാണ് ഇനി. കുട്ടൂസിനൊപ്പം സ്റ്റാർ സിംഗർ ഫെയിം ഋതിക സുധീറും ഗാനം ആലപിച്ചിട്ടുണ്ട്. ജോസ് കുമ്പിളുവേലിയാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഒത്തുചേർന്ന് സൈനിക സുഹൃത്തുക്കൾ. CISF 92 ഏപ്രിൽ ബാച്ചിലെ സൈനികരാണ് ഒത്തുചേർന്നത്. ബാച്ചിലെ വീരമൃത്യു വരിച്ച ജവാന്മാരെ സഹപ്രവർത്തകർ അനുസ്മരിച്ചു. എഴുപത്തിയഞ്ച് പേരാണ് CISF 1992 ഏപ്രിൽ ബാച്ചിൽ ഉണ്ടായിരുന്നത്. 34 വർഷം നീണ്ട രാജ്യസേവനത്തിനിടെ 8 പേർക്ക് ജീവൻ നഷ്ടമായി. ഇവരെ അനുസ്മരിക്കുന്നതിനും ക്ഷേമകാര്യങ്ങൾക്ക് ഊന്നൽ നൽകാനുമാണ് സൈനികർ ഒത്തുചേർന്നത്. സംഗമത്തോടനുബന്ധിച്ച് പൂക്കളം, കലാപരിപാടികൾ, ഓണസദ്യ എന്നിവയും സംഘടിപ്പിച്ചു. ഇന്നത്തെ ഈ സുദിനം ഞങ്ങൾക്കേവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും എല്ലാ മലയാളികൾക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട്
ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും 2-3 പേര് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞങ്ങളൊരു ദുഃഖ സൂചകമായ ഒരു അനുശോചനം കൂടി ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ബാച്ചിന്റെ 3ാം റീയൂണിയനിൽ സർവീസിൽ തുടരുന്നവരും റിട്ടയർ ചെയ്തവരുമായ 22 പേർ പങ്കെടുത്തു. ഗോപൻ, സാബു, റീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട്. നടനും മിമിക്രി കലാകാരനുമായ AK വിജുപാൽ നിരവധി ഗാനങ്ങൾ എഴുതി സംഗീതം നൽകിയിട്ടുണ്ട്. ഈ വർഷത്തെ മാവേലിക്കും പറയാനുണ്ട് എന്ന ഓണപ്പാട്ടിന്റെ ആക്ഷേപഹാസ്യ വരികൾ സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് AK വിജുപാലാണ്. ആ വരികൾ കേൾക്കാം ഇനി. കലപില കൂട്ടാതെ ഒരു കാര്യം പറയാം അത് പറയണ നേരം അവിടെയും ഇവിടെ നോക്കിയിരുന്ന വീണ്ടും വീണ്ടും പറയാൻ എന്നെ കിട്ടൂല. അത് വീണ്ടും വീണ്ടും പറയാൻ എന്നെ കിട്ടൂല. കലപില കൂട്ടാതെ. ഒറ്റക്കിരുന്നവൾ പൊട്ടിച്ചിരിച്ചു, മുറ്റത്തു നിന്നൊരാൾ ഞെട്ടിത്തരിച്ചു. കെട്ടിയിട്ട പട്ടി ചങ്ങല പൊട്ടിച്ച് നാട് വിട്ടോടിയത് നാട്ടില് പാട്ട്. കെട്ടിയിട്ട പട്ടി ചങ്ങല പൊട്ടിച്ച് നാട് വിട്ടോടിയത് നാട്ടില് പാട്ട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഗ്രാൻഡ് ഫിനാലെയിൽ മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണയ്ക്ക് 1ാം സ്ഥാനം. ആലപ്പുഴ സ്വദേശി നീഹാരയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. വിജയികൾക്ക് നടൻ ദിലീപ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഈറൻമേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോ ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. ഒരു വർഷം നീണ്ട വാശിയേറിയ പോരാട്ടം. ഫൈനൽ റൗണ്ടിൽ മാറ്റുരയ്ക്കാനെത്തിയത് 10 പേർ. എല്ലാം ഒന്നിനൊന്ന് മികച്ച ഗായകർ. അന്തിമ പോരാട്ടത്തിൽ മത്സരം തീപാറി. ഒടുവിൽ മുംബൈയിൽ നിന്നെത്തിയ ശിവശങ്കർ കൃഷ്ണ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ടൈറ്റിൽ വിന്നർ. ആലപ്പുഴ സ്വദേശി നീഹാരയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. തൃശൂർ സ്വദേശി സെബാമൂണാണ് സെക്കൻഡ് റണ്ണറപ്പ്. കോഴിക്കോട് സ്വദേശി ആർജിത 4ാം സ്ഥാനവും കൊല്ലം സ്വദേശി ദേവതീർത്ത് 5ാം സ്ഥാനവും നേടി. നടൻ ദിലീപ് സമ്മാനദാനം നിർവഹിച്ചു. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ പങ്കെടുത്തു. ഞാനിത് ആരംഭിക്കാൻ എന്നോട് ചോദിച്ചിരുന്നു, ഇതെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ ആരംഭിക്കുന്നത്? അപ്പോൾ എനിക്കിപ്പം ഞാനിതൊരു പുണ്യമായിട്ട് കാണുകയാണ്. എന്താണെന്ന് അറിയോ, ഈ ടോപ്പ് സിംഗർ ഉള്ളത് കൊണ്ട് മാത്രം. ഓരോരുത്തരും എന്നോട് വിളിച്ച് ചോദിക്കുകയാണ്, തോരട്ടെ നിങ്ങൾ ആ ടോപ്പ് സിംഗർ ഒരിക്കലും വിടാൻ പാടില്ല. ഓരമ്മമാരും ഒരു വീട്ടിലുള്ള ഒരു ആ സമയം അവർക്ക് സന്തോഷമാണ്. ഈ കുട്ടികൾ പാടുമ്പോൾ അവരെല്ലാം മറന്ന് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായി ടോപ്പ് സിംഗർ മാറിയിരിക്കുകയാണ്. വിജയ്ക്ക് ഭീമ ജ്വൽസ് നൽകുന്ന 10 പവൻ സ്വർണമാണ് സമ്മാനം. 10 പവന്റെ സ്വർണം. ബിന്ദു മാധവ് to do the honors. Let me welcome Usha Sriharan Nair to present the gold medal. ഫസ്റ്റ് റണ്ണറപ്പിന് 5 പവനും സെക്കൻഡ് റണ്ണറപ്പിന് 3 പവൻ സ്വർണവും 4-5 സ്ഥാനക്കാർക്ക് ഫ്ലവേഴ്സ് നൽകുന്ന 1 ലക്ഷം രൂപ വീതവുമാണ് സമ്മാനം. ഭീമ ജ്വല്ലേഴ്സാണ് സ്വർണം സമ്മാനം നൽകിയത്. വിജയികൾക്ക് ട്വിൻ ബേർഡ്സ് ലെഗിൻസ് നൽകുന്ന 10,000 രൂപയും മിൽമയുടെ ഗിഫ്റ്റ് ഹാമ്പറും നൽകി. സിനിമാ താരങ്ങളായ സലിം കുമാർ, ഹരിശ്രീ അശോകൻ, നിത്യദാസ്, റാണിയ റാണ,
സംവിധായകരായ ലാൽ ജോസ്, ജോണി ആന്റണി, ഫ്ലവേഴ്സ് സീനിയർ മാനേജർ ഉഷ ശ്രീകണ്ഠൻ നായർ, ഫ്ലവേഴ്സ് സിഇഒ സന്തോഷ് ജെ നായർ, ഭീമ ജ്വൽസ് ചെയർമാൻ ബിന്ദു മാധവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗ മിനിറ്റ്സ് VC തിരുത്തിയെന്ന അംഗങ്ങളുടെ ആരോപണങ്ങൾക്ക് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ മറുപടി നൽകും. ആരോപണങ്ങളിൽ മറുപടി നൽകാൻ രജിസ്ട്രാർ ഇൻചാർജ് R. രശ്മിയെ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സിൽ VC തിരുത്തൽ വരുത്തി എന്നുള്ള വിമർശനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിയതാണ്. അതിനുള്ള മറുപടി എങ്ങനെ നൽകാനാണ് VC ഉദ്ദേശിക്കുന്നത് മനീഷ്? 18 സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇത് സംബന്ധിച്ച് പരാതി ഒപ്പിട്ട് നൽകിയത്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ രജിസ്ട്രാറുടെ ചുമതലയുള്ള R. രശ്മി വഴി ഇതിന് മോഹനൻ കുന്നുമ്മൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകാൻ വേണ്ടിയിട്ട് വൈസ് ചാൻസലർ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത യോഗത്തിലോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ യൂണിവേഴ്സിറ്റി രേഖകളിലൊക്കെ തന്നെ ഇങ്ങനെ മിനിറ്റ്സ് തിരുത്തുന്ന സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അങ്ങനെ VCക്ക് ഇങ്ങനെ മിനിറ്റ്സ് തിരുത്താനുള്ള അതൊരു അസ്വാഭാവിക നടപടിയാണെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയത്. അതിന് ഏത് രീതിയിലുള്ള മറുപടി ആയിരിക്കും നിലവിൽ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള R. രശ്മി അതിന് മറുപടി നൽകുക എന്നാണ് നോക്കിക്കാണേണ്ടത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രജിസ്ട്രാർ പദവിയിൽ നിന്ന് കൂടി നേരത്തെ വിവാദമായ വിഷയങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന അനിൽകുമാറിനെ നീക്കിയിരുന്നു. അനിൽകുമാറിനെ നീക്കാൻ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ അനുമതിയോ വേണ്ട, ഒരു വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ മാറ്റാനുള്ള അധികാരമുണ്ട് എന്നാണ് നിലവിൽ VC ഇവിടെ അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു രജിസ്ട്രാറെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു രജിസ്ട്രാർക്ക് ചുമതല നൽകുന്നു. ഒപ്പം തന്നെ നേരത്തെ താൽക്കാലിക ചുമതല നൽകിയ മിനി കാപ്പനെ മാറ്റുന്നു. അങ്ങനെ യഥേഷ്ടം ഒരു വൈസ് ചാൻസലർ തനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ തന്നെ ഓരോ പദവിയിലേക്ക് കൊണ്ടുവരികയും മിനിറ്റ്സിലൊക്കെ തന്നെ മാറ്റം വരുത്തുന്ന സംഭവത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് നിലവിൽ സിൻഡിക്കേറ്റും ഒപ്പം തന്നെ ഇടതനുകൂല സംഘടനകൾ. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ അധ്യയനത്തിലടക്കം ഒരുപാട് കാലതാമസം ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിതരണത്തിലും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന പ്രവർത്തനത്തെയൊക്കെ തന്നെ കാര്യമായി ബാധിച്ചിരുന്നു. മോഹനൻ കുന്നുമ്മൽ ഏകദേശം ഒരു 20 ദിവസത്തോളം വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി എത്താതിനെ തുടർന്ന് ഒരുപാട് വിഷയങ്ങൾ സാങ്കേതികമായ സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ മറികടക്കാൻ ഒരുപക്ഷെ സാങ്കേതിക സർവകലാശാലയ്ക്ക് ഉണ്ടായ പോലെ ശമ്പളം കിട്ടാതെ വരിക, ഒപ്പം തന്നെ അവിടെ ഉണ്ടായ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ വരാതിരിക്കാൻ വേണ്ടി വൈസ് ചാൻസലറുമായി ഒരു അനുനയത്തിലേക്ക് എത്തുക എന്ന തീരുമാനത്തിലേക്ക് നേരത്തെ സിൻഡിക്കേറ്റ് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു SFI അടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അവസാനിപ്പിച്ചതും വൈസ് ചാൻസലർക്ക് യൂണിവേഴ്സിറ്റിയിൽ വരാനുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇടപെടുകയൊക്കെ തന്നെ ചെയ്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും മോഹനൻ കുന്നുമ്മൽ ഈ വിധം രജിസ്ട്രാറെ മാറ്റി നിർത്തുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ ശമ്പളം പിടിച്ചു വയ്ക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞു വെക്കുന്നു തുടങ്ങിയ സംഭവങ്ങളിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴിതാ യൂണിവേഴ്സിറ്റിയുടെ മിനിറ്റ്സ് കൂടി മാറ്റിയ സംഭവത്തിൽ, അത് തിരുത്തൽ കൂടി വരുത്തിയ സംഭവത്തിൽ ഏത് രീതിയിലായിരിക്കും അതിന് നിയമപരമായ പരിരക്ഷ ലഭിക്കുമോ, സാങ്കേതികമായ എന്തെങ്കിലും പരിരക്ഷ ലഭിക്കുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് മറുപടിയായിരിക്കും നിലവിൽ രജിസ്ട്രാറായി നിയമിച്ചിട്ടുള്ള R. രശ്മി വഴി സിൻഡിക്കേറ്റ് അംഗങ്ങളെ അല്ലെങ്കിൽ സർവകലാശാലയെ ബോധിപ്പിക്കുക എന്നാണ് നോക്കിക്കാണേണ്ടത്. ശരി, മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. VC ഒപ്പിട്ട മിനിറ്റ്സിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതാണ് എന്നടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് ഇടതംഗങ്ങളെ ചൊടിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. കോൺഗ്രസ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നാണ് കോൺഗ്രസിലെ വലിയ വിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. എ ഗ്രൂപ്പ് രാഹുലിന് സംരക്ഷണം ഒരുക്കണമെന്നും അവകാശപ്പെടുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അവധിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വിവിധ വിഷയങ്ങളുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ടെന്നാണ് VD സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം. സഭാ സമ്മേളനത്തിന് തൊട്ടുമുൻപ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. നോക്കാം ചില കേരള വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 1611 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 70 കേസുകളിലായി 71 പേർ അറസ്റ്റിലായി. MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് തിരുവോണനാളിലും കുടിവെള്ള പ്രതിസന്ധി. കഴക്കൂട്ടം, ശ്രീകാര്യം, പുല്ലാന്നിവിള മേഖലകളിൽ കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ള പ്രതിസന്ധി തുടരുകയാണ്. തിരുവോണത്തിന് വെള്ളമെത്തുമെന്ന അധികൃതരുടെ ഉറപ്പ് പാഴ്വാക്കായി.
തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നെയ്യാർ ഡാമിലെ ഓണം വാരാഘോഷത്തിന് കൊടിയേറി CK ഹരീന്ദ്രൻ MLA ഓണപ്പതാക ഉയർത്തിയതോടെ 4 നാൾ നീണ്ടു നിൽക്കുന്ന വാരാഘോഷത്തിന് തുടക്കമായി. നാളെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമാപനം. കെ-ഫോൺ പദ്ധതിയെപ്പറ്റി പഠനം നടത്താൻ തമിഴ്നാട് ഫൈബർ നെറ്റ് കോർപ്പറേഷൻ ടീം. ടാഫിനെറ്റ് ടീം കെ-ഫോൺ ഓഫീസുകളിൽ സന്ദർശനം നടത്തി. കെ-ഫോൺ ഉദ്യോഗസ്ഥരുമായി ടീം അംഗങ്ങൾ ചർച്ചയും നടത്തി. സംസ്ഥാന സർക്കാർ ക്ഷേത്രകലാ അക്കാദമിയുടെ ക്ഷേത്ര കലാമൃതം സംസ്ഥാന പുരസ്കാരം അമൃത സ്കൂൾ ഓഫ് ആർട്സിലെ ചുമർ ചിത്രകാരി അനു അമൃതയ്ക്ക്. ചുമർ ചിത്രകലയിലെ വേറിട്ട ശൈലിയാണ് അനു അമൃതയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് സാമ്പത്തികവും വാണിജ്യപരവുമായ കാര്യങ്ങൾ പരിഗണിച്ചാണെന്നും ഇംഗ്ലീഷ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. അധിക തീരുവയെ തുടർന്ന് ഇന്ത്യ-US സംഘർഷം തുടരുന്നതിനിടെയാണ് പ്രതികരണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. പല കോണുകളിൽ നിന്നും അമേരിക്കയിൽ നിന്ന് വിമർശനം വരുന്നുണ്ട് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ അത് തുടരുമെന്ന് തന്നെയാണല്ലോ ധനമന്ത്രിയുടെ പ്രസ്താവന. ഒപ്പം തന്നെ ഒരു വശത്ത് GST പരിഷ്കാരം കൊണ്ട് അധിക തീരുവയെ മറികടക്കാമെന്ന് പറയുന്നു. മറ്റൊരു വശത്ത് കയറ്റുമതിക്കാർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടുള്ളൊരു ആശ്വാസ പാക്കേജിനും കേന്ദ്രം ചിന്തിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഈ US-ന്റെ തീരുവയുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും തുടരും എന്ന് തന്നെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താവാണ് ഇന്ത്യ. രാജ്യത്തിന് ആവശ്യമായ എണ്ണയുടെ 88% ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് സാമ്പത്തികവും വാണിജ്യപരവുമായ പരിഗണനകൾ അടിസ്ഥാനമാക്കിയാണ് എന്നാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്. എണ്ണ വാങ്ങിയതിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യക്ക് കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയായിരിക്കും ഇന്ത്യ എണ്ണ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതിൽ നിന്ന് വാങ്ങണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ 50% തീരുവയുടെ ആഘാതം വലിയൊരു പരിധിവരെ പുതിയ GST പരിഷ്കരണത്തിലൂടെ കുറയ്ക്കാനാകും എന്ന പ്രതീക്ഷയും ധനമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ താരിഫ് ബാധിച്ച കയറ്റുമതി മേഖലകൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞതായും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലകൾക്ക് പ്രത്യേക പാക്കേജ്, ഒപ്പം തന്നെ പുതിയ കയറ്റുമതി സാധ്യതകൾ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എന്നിവയാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക രൂപരേഖ തയ്യാറായിട്ടുണ്ടെന്നും അടുത്ത കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഇതിന് അംഗീകാരം നൽകും എന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ താരിഫ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സെപ്റ്റംബർ 8 ബ്രിക്സ് ഒരു വെർച്വൽ യോഗം ചേരുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് ധനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യ. കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഗൂഢാലോചനയിൽ ലോറിയുടമ മനാഫ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്നലെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയെങ്കിലും മനാഫ് ഹാജരായിരുന്നില്ല. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ SITയുടെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഈ ഹാജരാകുന്നത് സംബന്ധിച്ച് മനാഫ് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ റഹീസ്? ഈ ധർമ്മശാലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അതിലെ ഗൂഢാലോചനയിൽ SIT സംഘത്തിന്റെ അന്വേഷണം ശക്തമായിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ മനാഫിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം SIT നോട്ടീസ് നൽകുന്നത്. അതായത് ഇന്നലെ ഹാജരാകണമെന്ന് അതിന് തൊട്ട് തലേ ദിവസം മാത്രമാണ് മനാഫിന് നോട്ടീസ് അയച്ചുകൊണ്ട് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. മനാഫിനോട് കയ്യിലുള്ള മുഴുവൻ രേഖകളും ഒപ്പം തന്നെ തെളിവുകളും ഇലക്ട്രോണിക് ഡിവൈസുകളും അടക്കം ഹാജരാക്കണമെന്ന് ഇന്നലെ മനാഫിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ തനിക്ക് ഇന്നലെ ഹാജരാകാൻ കഴിയില്ല എന്ന് മനാഫ് SITക്ക് മെയിൽ അയച്ചു. മാത്രമല്ല തിങ്കളാഴ്ച താൻ ചോദ്യം ചെയ്യലിന് എത്താം എന്നുള്ള കാര്യം കൂടി മനാഫ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി മനാഫ് പറയുന്നത് തന്റെ പക്കലുള്ള രേഖകൾ
രേഖകളൊക്കെയും അല്ലെങ്കിൽ തന്റെ പക്കലുള്ള തെളിവുകളൊക്കെ നൽകാൻ താൻ തയ്യാറാണ്. ഒപ്പം തന്നെ ഏത് അന്വേഷണ സംഘം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാലും താൻ ഹാജരാകുമെന്നതടക്കം മനാഫ് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ SITയുടെ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ഈ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയും ആ കൗൺസിലുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ആളുകളിലേക്കാണ്. അവരെ ഓരോരുത്തരെയായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. പ്രത്യേകിച്ചും ഈ ആദ്യം ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണല്ലോ നടക്കുന്നതും. അപ്പോൾ ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അതിന്റെ ചില കാര്യങ്ങളും ഒക്കെ മനാഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും മനാഫിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല യൂട്യൂബർ ആയിട്ടുള്ള സമീറാണ് ഈ ഒരു വിഷയം ആദ്യമായി യൂട്യൂബിൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയും പല കാര്യങ്ങളും ഒക്കെ പറയുകയും ചെയ്തത്. സമീർ ക്രിയേറ്റ് ചെയ്തൊരു AI വീഡിയോ അത് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇതിലുള്ള രാഷ്ട്രീയ വാക്പോരും തുടരുകയാണ്. നേരത്തെ പല മഠാധിപന്മാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുകയും ഇതിലൊരു NIA അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ആയിക്കോട്ടെ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആയിക്കോട്ടെ, ഇവരൊക്കെയും SIT അന്വേഷണം തന്നെ മതി എന്നുള്ളൊരു നിലപാടിലാണ്. എന്തായാലും ഈ SIT തലവൻ DGP പ്രണബ് മൊഹന്തി ഇന്നലെ എത്തി ഈ അന്വേഷണ പുരോഗതിയൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം തൃപ്തനുമാണ്. നിലവിൽ എന്തായാലും കൃത്യമായ ദിശയിലാണ് അന്വേഷണം നീങ്ങുന്നത് എന്നുള്ള വിലയിരുത്തലിലാണ് SIT സംഘം ഉള്ളത്. ഇന്ന് അവിട്ടം ദിനമാണ്. ഇന്നും ഓണാഘോഷ തിരക്കുകളിലാണ് മലയാളി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് സമീർ C. മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. മൂന്നാം ഓണമാണ്, ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. സമീറിനും ആശംസകൾ. എന്താണ് അവിടെ അവിട്ടം സ്പെഷ്യൽ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. തീർച്ചയായും ആഘോഷ നിറവിൽ തന്നെയാണ് മലയാളികൾ. പൂരാടം കഴിഞ്ഞു, ഉത്രാടം കഴിഞ്ഞു, തിരുവോണം കഴിഞ്ഞു, ഇന്ന് അവിട്ടമാണ്. അവിട്ടം നാളിലും ആഘോഷത്തിന് ഒട്ടും കുറവില്ല. വിവിധ ഇടങ്ങളിൽ വിവിധ പല കലാപരിപാടികൾ, അതുപോലെ തന്നെ ആഘോഷങ്ങൾ. അങ്ങനെ ഓരോ മലയാളിയും ഓണാഘോഷത്തിൻ്റെ നിറവിൽ തന്നെയാണ്. വിവിധ പരിപാടികളുമായി കൊണ്ടാണ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. ക്ഷേത്രങ്ങളിലും ഇന്ന് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ്. ഇവിടെയും രാവിലെ മുതൽ തന്നെ നല്ല ഭക്തജനത്തിരക്കുണ്ട്. ഇപ്പോൾ അതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേൽശാന്തിയും അതുപോലെ തന്നെ വിശ്വാസികളുമൊക്കെ അതിൻ്റെ അകത്തളത്തിലേക്കാണ് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കൂടുതൽ പേരെ കാണാനാവില്ല. പക്ഷേ നല്ല തിരക്ക് നമുക്ക് ഇവിടെ നിന്ന് രാവിലെ മുതൽ തന്നെ കാണാനാവുന്നുണ്ട്. നമുക്കിപ്പോൾ 2 സുഹൃത്തുക്കൾ കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷമൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഇന്ന് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്ന് പരിപാടി നമുക്കെല്ലാവർക്കും അറിയാം, ഓണം മലയാളിക്ക് പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. ഇന്നലെ അമ്പലത്തിൽ നിന്ന് തുടങ്ങി പായസം, സദ്യ, കൂട്ടായ്മ, അതും പല പല കൂട്ടായ്മകൾ, സന്തോഷത്തിൻ്റെ ഒരു കുറച്ച് ദിവസം, ലീവിന് വരുന്ന കൂട്ടുകാർ. ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുഞ്ഞു ജനിച്ചു, ഇന്നലെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി, എന്തുകൊണ്ടും സന്തോഷമുള്ള നാളുകളായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് 2 ദിവസം ഇനിയും ലീവുണ്ട്. ഇന്നും നാളെയായിട്ട് ലീവാണ്. അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, ഓണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവധി നാളുകളാണ്. ഓണത്തിൻ്റെ ആ ഒരു ആഘോഷ മൂഡിൽ തന്നെയാണ് നാടും നഗരവും. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ വിവിധ പല കലാപരിപാടികളും അതുപോലെ തന്നെ കായിക മത്സരങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വാരാഘോഷം തുടരുകയാണ്. തലസ്ഥാന നഗരിയെ ഏറ്റവും ആകർഷകമാക്കുന്നത് അവിടെയാണ്. അവിടെ പതിനായിരങ്ങളാണ് ഇന്നലെയൊക്കെ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അവിടെ വിവിധ കലാപരിപാടികളുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ മാവേലിക്കസ് എന്നുള്ള പേരിലാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ബീച്ച്, അതുപോലെ തന്നെ മാനാഞ്ചിറ, ബട്ടോൾ ബീച്ച് തുടങ്ങിയിട്ടുള്ള വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് വിവിധ സ്റ്റേജുകളിലാണ് കലാപരിപാടികൾ പുരോഗമിക്കുന്നത്. അതും വർണ്ണാഭമായ കാഴ്ചയാണ് മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സന്നിധാനത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉത്രാട സദ്യയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയിരക്കണക്കിന് പേരാണ് അവിടെ പങ്കെടുക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട്. മലയാളികൾ ഈ അവിട്ടം നാളിലും ആഘോഷത്തിൻ്റെ നിറവിലാണ്. നാടും നഗരവും ഓണാഘോഷത്തിൻ്റെ നിറവിലാണ്. മലയാളികൾ ഒന്നടങ്കം എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു നല്ല കെട്ടുറപ്പോട് കൂടെയുള്ള മലയാളികളുടെ ആ ഒരു ഒരുമയോട് കൂടെയുള്ള ഓണാഘോഷം പുരോഗമിക്കുകയാണ്. ഈ ദിവസത്തിലും ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാകുന്നത്. ക്രിസ്റ്റീന, പ്രജിത്ത്. ഇനി ലോകവാർത്തകളുടെ സമയമാണ്. വാർത്താലോകം.
യുക്രൈനിലെ പാശ്ചാത്യ സേനയെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം യുക്രൈനിൽ പാശ്ചാത്യ സേനയെ വിന്യസിക്കുമെന്ന് യുക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. യുക്രൈൻ റഷ്യ വെടിനിർത്തലുണ്ടായാൽ മൂന്നാം കക്ഷി രാജ്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും പുടിൻ വ്യക്തമാക്കി. 26 രാജ്യങ്ങൾ യുക്രൈന് സുരക്ഷാ ഗ്യാരണ്ടി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വളോദിമീർ സെലൻസ്കി അറിയിച്ചു. പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ലോകത്തിന്റെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതാണ് ഉചിതമായ പേര് എന്നാണ് ട്രംപിന്റെ നിലപാട്. പേരുമാറ്റം സ്ഥിരമാക്കുന്നതിനായുള്ള നടപടികളിലേക്ക് കടക്കാനും പ്രതിരോധ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. റീബ്രാൻഡിംഗിലൂടെ സൈന്യത്തിന് പുതിയ സ്വരമെന്ന് ട്രംപ് പ്രതികരിച്ചു. US ജനപ്രതിനിധി സഭയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ നാമകരണം പൂർത്തിയാകൂ. ജോർജിയയിൽ 475 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് അമേരിക്കൻ ഇമിഗ്രേഷൻ അധികൃതർ. ജോർജിയയിലെ ഹ്യുണ്ടായ് വാഹന നിർമ്മാണ കമ്പനിയിലാണ് റെയ്ഡ് നടന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 300 പേർ ദക്ഷിണ കൊറിയക്കാരാണ്. അറസ്റ്റിൽ ദക്ഷിണ കൊറിയ ആശങ്ക അറിയിച്ചു. തങ്ങളുടെ പൌരന്മാരുടെ അവകാശങ്ങളും കൊറിയൻ കമ്പനികളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളും മാനിക്കണമെന്നും ദക്ഷിണ കൊറിയ ആവശ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ടവർ അനധികൃതമായി അമേരിക്കയിലെത്തിയവരാണെന്ന് ട്രംപ് വ്യക്തമാക്കി. എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസിന് വീണ്ടും നിർദ്ദേശം നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ സ്ഥിതിഗതികൾ മോശമാകുമെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ഹമാസുമായി ആഴത്തിലുള്ള ചർച്ചകൾ നടത്തിവരികയാണെന്നും ഹമാസ് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. റഫ ഇടനാഴി വഴി ഫലസ്തീനികളെ കുടിയിറക്കുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാമർശത്തെ അപലപിച്ച് ഖത്തറും ഈജിപ്തും. മേഖലയിലെ സംഘർഷം ദീർഘിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നെതന്യാഹുവിന്റെ പ്രതികരണമെന്ന് ഈജിപ്ത്. ബലപ്രയോഗത്തിലൂടെ പലസ്തീനികളെ സ്വന്തം മണ്ണിൽ നിന്നും പുറത്താക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അത് യുദ്ധക്കുറ്റമാണെന്നും ഈജിപ്ത് പ്രതികരിച്ചു. ഇസ്രയേലിന്റെ പ്രകോപനപരമായ നയങ്ങളെ നേരിടാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്ന് ഖത്തറും ആവശ്യപ്പെട്ടു. സൗദിയിൽ ഗുരുതരമായ ഗതാഗത നിയമലംഘനം നടത്തുന്നവരെ ഇനി നാട് കടത്തും. നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ ഉയർത്തുന്ന നിയമ ഭേദഗതിക്ക് അധികൃതർ അനുമതി നൽകി. വാഹനം ഓടിക്കുമ്പോൾ വിദേശികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് പുതിയ നിയമം നൽകുന്ന മുന്നറിയിപ്പ്. സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. സൗദിയിൽ ഗതാഗത നിയമം ഭേദഗതി ചെയ്യുകയാണ്. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ കൂടുതൽ കടുപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശികൾ ജാഗ്രത പുലർത്തണം എന്നാണ് സൗദി ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ കരട് നിയമം തയ്യാറായി. നിയമം താമസിയാതെ പ്രാബല്യത്തിൽ വരും എന്നാണ് ഗതാഗത മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അതായത് പൊതുസുരക്ഷയെ ബാധിക്കുന്ന അപകടമുണ്ടായാൽ, ജീവന് ഭീഷണിയുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിദേശികളാണ് എങ്കിൽ അവരെ സൗദിയിൽ നിന്ന് നാട് കടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും എന്ന ഒരു മുന്നറിയിപ്പാണ് പുതിയ നിയമ ഭേദഗതിയിൽ ഉള്ളത്. ആദ്യഘട്ടത്തിൽ, അതായത് ഒരു പൊതുസുരക്ഷയെ ബാധിക്കുന്ന ഒരു നിയമലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ പിഴ ചുമത്തുകയും രണ്ടാമത് അതേ നിയമലംഘനം അതേ വർഷം ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിക്കുകയും മൂന്നാമതും അതേ വർഷം ഇതേ നിയമലംഘനം ആവർത്തിച്ചാൽ നാട് കടത്തുകയും ചെയ്യും. സൗദിയിലേക്ക് പിന്നീട് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും എന്നാണ് മുന്നറിയിപ്പ്. ഇത് സൗദി റെസിഡന്റ് വിസയുള്ളവർക്കും സൗദിയിലുള്ളവർക്കും മാത്രമല്ല, വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ഉംറ വിസയിലോ മറ്റോ സൗദിയിലേക്ക് വരുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് സൗദിയിൽ 1 വർഷം വരെ വാഹനം ഓടിക്കാനുള്ള അനുമതിയുണ്ട്. ഇങ്ങനെ വാഹനം ഓടിക്കുന്നവർക്കും അവർക്കെല്ലാം നിയമം ബാധകമാണ്. നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ നാട് കടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. നിലവിൽ വലിയ തോതിലുള്ള ശിക്ഷ, തടവ്, പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷ വാഹന അപകടങ്ങൾക്ക് സൗദിയിൽ ഉണ്ട്. ഇത് കൂടുതൽ കർക്കശമാക്കുകയാണ് സൗദി ഗതാഗത മന്ത്രാലയം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. തീരുവ യുദ്ധത്തിൽ ഇന്ത്യയെ വീണ്ടും പരിഹസിച്ച അമേരിക്ക. US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കിന്റേതാണ് പുതിയ പരിഹാസം. US സമ്മർദ്ദത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ വാഷിംഗ്ടണുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യ തിരിച്ചെത്തുമെന്ന് ഹൊവാർഡ് ലുട്നിക്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരി അലീമ ഖാനുമിന് നേരെ ആക്രമണം. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിന് പുറത്തെത്തിയപ്പോൾ അലീമയ്ക്ക് നേരെ മുട്ടയ്യർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു സംഭവം. സംഭവത്തിൽ 2 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തെന്ന് അധികൃതർ.
ചൈനയ്ക്കെതിരെ വിമർശനവുമായി അമേരിക്ക. കഴിഞ്ഞ വർഷം 80-ലധികം രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ചൈനീസ് ഹാക്കർമാർ നടത്തിയ സൈബർ ആക്രമണം സർക്കാരിന്റെ അറിവോടുകൂടിയാണ് എന്നാണ് അമേരിക്കയുടെ വിമർശനം. അമേരിക്കൻ ടെക് ഭീമനായ ഗൂഗിളിന് യൂറോപ്യൻ യൂണിയൻ ചുമത്തിയ $3.5 ബില്യൺ തുക പിഴയിട്ടതിനെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവേചനപരമായ നടപടി അംഗീകരിക്കില്ലെന്നും ട്രംപ്. ഗസയിലെ ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാർപ്പാപ്പയെ കണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബന്ദികൾ നേരിടുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രസിഡന്റ് ഊന്നി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ബന്ധം സവിശേഷമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എപ്പോഴും സൗഹൃദത്തിലായിരിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇപ്പോൾ മോദി ചെയ്ത കാര്യങ്ങൾ താൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യ ചൈനയ്ക്കൊപ്പം പോയി എന്ന പരാമർശം ട്രംപ് തിരുത്തി. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ നിരാശനാണെന്നും വാർത്താ ഏജൻസിയോട് ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, തുടർച്ചയായ വിമർശനങ്ങളുമായി വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോയും അതിനുശേഷം വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്കും ഒക്കെ രംഗത്തെത്തി. ഒടുവിൽ ഇപ്പോൾ ട്രംപിന്റെ ഒരു പരാമർശവും വന്നിരിക്കുന്നു. ഇഷ്ടമാണ് പക്ഷേ എന്നൊരു സൂചനയാണല്ലോ നൽകുന്നത്. എന്താണ് ആ പ്രശ്നം? ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. ട്രംപ് നേരത്തെ നടത്തിയ പ്രസ്താവനകളിൽ നിന്ന് പെട്ടെന്നൊരു യു-ടേൺ എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ, റഷ്യ, ചൈന ഭരണാധിപന്മാരുടെ ഒരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയും റഷ്യയും നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമൊക്കെ നടത്തിയത്. എന്നാൽ ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു ബന്ധമാണെന്നും നരേന്ദ്രമോദിയുമായിട്ട് നല്ല സൗഹൃദമാണെന്നും ഒക്കെയാണ് ANIയോട് പറഞ്ഞത്. തന്നെയുമല്ല, നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവും റോസ് ഗാർഡനിൽ അവർ സംയുക്തമായിട്ട് നടത്തിയ പ്രസ് കോൺഫറൻസിനെ പറ്റിയും ഒക്കെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ മോദി ചെയ്യുന്ന പല കാര്യങ്ങൾ, അടുത്ത കാലത്തായിട്ട് ചെയ്ത ചില പ്രവൃത്തികൾ തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് ഒരുപക്ഷെ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ച് റഷ്യൻ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് ലാഭമുണ്ടാക്കത്തക്ക രീതിയിൽ വിപണിയിൽ വിൽക്കുന്നു എന്നുള്ളതാണ് തുടക്കം മുതൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് വന്നിട്ടുണ്ട്. ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ലോകത്തെ ഏറ്റവും വലിയ ഒരു ക്ലയന്റ് ആണ് അമേരിക്ക. അതുകൊണ്ട് ആ ഒരു ആളെ നഷ്ടപ്പെടുവാൻ ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ബിസിനസ്സുകാർ ഈ ഒരു ഡീല് ഉണ്ടാക്കുവാനായിട്ട് സമ്മർദ്ദം ഇന്ത്യ ഗവൺമെന്റിൽ ചെലുത്തുന്ന കാര്യം വരും. അത് മാത്രമല്ല, ക്ഷമ പറഞ്ഞു തന്നെ ഇന്ത്യ മേശപ്പുറത്ത് ഒരു ഡീലിനായിട്ട് ശ്രമിക്കുമെന്നുള്ള രീതിയിൽ കടുത്ത ഭാഷയിലാണ് മറുവശത്ത് ഈ ഹൊവാർഡ് ലുഡ്നിക്കിന്റെ പരാമർശം വന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, റീജൻ. പ്രളയബാധിത സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. ജമ്മുകശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് സന്ദർശിക്കുക. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് വീണ്ടും ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. പ്രളയബാധിത സംസ്ഥാനങ്ങൾ, അവർക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ധനസഹായം, ഇക്കാര്യമൊക്കെ ചർച്ചയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജമ്മുകാശ്മീർ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. 4 പ്രളയബാധിത സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനാണ് പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾ ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ 2 മാസത്തോളമായി തുടർച്ചയായി പ്രളയ ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു. പലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ മറ്റ് പ്രളയവും ഉണ്ടായിരിക്കുന്നു. ഈ മേഖലകളിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് കേന്ദ്ര സഹായം കൂടുതലായി വേണം എന്ന ആവശ്യം ഈ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ സന്ദർശന തീയതിയോ സമയക്രമമോ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. 4 സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. പ്രളയ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനവും നേരിട്ട് വിലയിരുത്തും. തുടർന്നായിരിക്കും കേന്ദ്ര സംഘത്തിന്റെയും മറ്റും സന്ദർശനം ഉണ്ടാകുക. അത് കേന്ദ്ര സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയും അവലോകനം നടത്തുന്നതിന് വേണ്ടിയുമാണ് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. കാലവർഷം ആരംഭിച്ചത് മുതൽ പ്രളയക്കെടുതിയിൽ 500-ലേറെ മരണങ്ങളാണ് ഈ 4 സംസ്ഥാനങ്ങളിൽ മാത്രമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നും അതീവ ജാഗ്രതാ നിർദ്ദേശം അരുണാചൽ പ്രദേശ് അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. റിജിത്ത്, ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ.
ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന സംരംഭമായ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ 1 മാസത്തിനകം ഓടിത്തുടങ്ങും. ആദ്യ ട്രെയിൻ സർവീസ് ഡൽഹിയിൽ നിന്ന് പ്രയാഗ്രാജ് വഴി പാട്നയിലേക്ക് ദീപാവലിക്ക് ആദ്യ സർവീസ് നടത്താനാണ് റെയിൽവേയുടെ നീക്കം. അസം, ജമ്മുകശ്മീർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 23 നദികളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുവെന്ന് കേന്ദ്ര ജല കമ്മീഷന്റെ മുന്നറിയിപ്പ്. ഡാമുകളിലെ വെള്ളപ്പൊക്കം തടയുന്നതിന് പ്രവർത്തനങ്ങൾ കർശനമായി നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ഡൽഹിയിൽ ലോധി കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച് സ്മാരകം വൃത്തിയായി സൂക്ഷിക്കാത്തതിന് സർക്കാരിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. ഒരു വിശിഷ്ട വ്യക്തി വന്നാൽ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളത് വൃത്തിയാക്കും, അല്ലെങ്കിൽ വൃത്തികേടായി സൂക്ഷിക്കുമെന്ന് സർക്കാരിനെ കുറ്റപ്പെടുത്തി. ദൈനംദിന പ്രവൃത്തികൾ വിലയിരുത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ കോടതി നിർദ്ദേശം നൽകി. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ അപൂർവ രോഗം ബാധിച്ച് 2 മാസത്തിനിടെ മരണമടഞ്ഞത് 20 പേർ. മെലിയോയിറ്റോസിസ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയൽ അണുബാധയാണ് രോഗകാരണമെന്ന് സംശയം. അപൂർവ രോഗം പടരുന്നതോടെ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഗുണ്ടൂർ ജില്ലയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിലെ ഗണ്ടൽബാൽ ജില്ലയിൽ അഴുകിയ മാംസവും കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കളും വിറ്റതിന് 2 പേർ അറസ്റ്റിൽ. കശ്മീരിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ 5000 കിലോ മാംസം പിടിച്ചെടുത്തു. ഇന്റർ മയാമി താരം ലൂയിസ് സുവാരസിന് 6 മത്സരങ്ങളിൽ വിലക്ക്. എതിർ ടീം സഹപരിശീലകന് നേരെ തുപ്പിയ സംഭവത്തിലാണ് നടപടി. എതിർ ടീം താരത്തെ ഇടിച്ച ഇന്റർ മയാമിയുടെ തന്നെ സെർജിയോ ബുസ്കേറ്റ്സിനെ 2 മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയുമായി മിൽമ. പാൽ, തൈര് വിൽപ്പനയിൽ സർവകാല റെക്കോർഡാണ്. 38.03 ലക്ഷം ലിറ്റർ പാലാണ് ഉത്രാട ദിനത്തിൽ മാത്രം വിറ്റത് എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്താണ് ഈ മിൽമയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് മനീഷ്? വിജിത്ത്, മിൽമ തന്നെയാണ് ഔദ്യോഗികമായ ഒരു പത്രക്കുറിപ്പിലൂടെ ഇത്തവണ റെക്കോർഡ് വിൽപ്പനയുണ്ടെന്ന് കാണിച്ച് വ്യക്തമാക്കുന്നത്. ശരാശരി 5% വർധനവാണ് ഇക്കുറി ഓണക്കാലത്തടക്കം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വിറ്റുവരെ ഉണ്ടായതും ഓണക്കാലത്താണെന്ന് ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ കണക്കനുസരിച്ച് നിലവിൽ ഉത്രാട ദിനത്തിൽ മാത്രം 38.03 ലക്ഷം ലിറ്റർ പാലും 3.97 ലക്ഷം കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റുപോയത്. ഒപ്പം തന്നെ മിൽമയുടെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘങ്ങൾ വഴിയും ഈ രീതിയിൽ പാലും തൈരുമൊക്കെ തന്നെ വിറ്റഴിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വലിയ രീതിയിൽ പാലാണ് വിറ്റഴിച്ചത്. 1,19,58,751 ലിറ്റർ പാലും ഒപ്പം തന്നെ 14,58,278 കിലോ തൈരുമാണ് വിറ്റഴിച്ചിട്ടുള്ളത്. ആ രീതിയിൽ വലിയ വിൽപ്പന നടന്നുവെന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ 9 ദിവസങ്ങൾക്ക് മുൻപ് ഈ തിരുവോണത്തിൻ്റെ 9 ദിവസത്തിന് മുൻപുള്ള കണക്കുകളും പുറത്തുനിന്നുണ്ട്. ആ രീതിയിൽ വലിയ വിൽപ്പന ഇത്തവണ സഹകരണ സംഘങ്ങൾ വഴി മിൽമ ഔട്ട്ലെറ്റുകൾ വഴി ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ നെയ്യുടെ വിൽപ്പനയും ആ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ 31 വരെയുള്ള കണക്കനുസരിച്ച് നെയ്യുടെ വിൽപ്പന 863.92 ടൺ ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 663.74 ആയിരുന്നു. അങ്ങനെ ഈ ഉപഭോക്താക്കൾ മിൽമയെ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്, മിൽമയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങുന്നുണ്ട്. ഈ പാലും തൈരും നെയ്യുമല്ലാതെ മിൽമയുടെ ഉൽപ്പന്നങ്ങളും അധികമായി ആളുകൾ വാങ്ങി തുടങ്ങുന്നു എന്നതിൻ്റെ കണക്കുകൾ കൂടി മിൽമ നിലവിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, മനീഷ് മഹിപാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത്. കൊച്ചിയിൽ വീണ്ടും വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ 2,88,00,000 രൂപ തട്ടിയെടുത്തു. മട്ടാഞ്ചേരി സ്വദേശിയായ സ്ത്രീയെയാണ് കബളിപ്പിച്ചത്. മണി ലോണ്ടറിംഗ് കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, എങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത്? നേരത്തെയും സമാന സ്വഭാവത്തിലുള്ള തട്ടിപ്പുകളൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ആൻമരിയ? ശ്രീജിത്ത്, മണി ലോണ്ടറിംഗ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു 59 വയസ്സുകാരിയായിട്ടുള്ള മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയെ കബളിപ്പിക്കുന്നത്. വീട്ടമ്മയുടെ കയ്യിൽ നിന്നും 2,88,00,000 രൂപയാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്. ഇവർ മണി ലോണ്ടറിംഗ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇവരെ വിളിക്കുന്നു. അതിനുശേഷം ഇവർക്ക് കുറച്ച് മെസ്സേജുകൾ അയക്കുന്നു. അതിനകത്ത് ഈ കോടതിയുടെയും മറ്റും എംബ്ലങ്ങൾ വരെ ഇവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിലെല്ലാമാണ് ഈ വീട്ടമ്മ കബളിപ്പിക്കപ്പെടുന്നത്. ഇവർ ദുബായിൽ കുറച്ച് നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഇവരുടെ കുടുംബം ഈ
മട്ടാഞ്ചേരി സ്വദേശിയുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണമുണ്ട്, അതിന് ബാലൻസ് ആയിട്ടുള്ള ഈ സ്വർണം മറ്റും പണയം വെച്ച് കിട്ടിയിരിക്കുന്ന പണം, ഇതെല്ലാം നൽകിക്കൊണ്ടാണ് ഇതെല്ലാം അവർ തട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 2,88,00,000 രൂപ വീട്ടമ്മയ്ക്ക് നഷ്ടമാകുന്നത്. കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ഇത് തട്ടിപ്പാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത്. തുടർന്ന് മട്ടാഞ്ചേരി പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് കൊച്ചിയിൽ വീണ്ടും വെർച്വൽ അറസ്റ്റ് ഭീഷണിയിൽ തട്ടിപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൻമരിയ കൊച്ചിയിൽ നിന്ന്. മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.